ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത് ആനടി അമ്പലത്തിലെ 9ാം ഉത്സവത്തിനാണ്. ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെ ആന എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആന എഴുന്നള്ളിപ്പ് കാണാനായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വീടൊക്കെ പൂട്ടി റൂമൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയപ്പോഴും എനിക്ക് സംശയങ്ങളാണ്. ഫാൻ ഓഫ് ചെയ്തോ, ലൈറ്റ് ഓഫ് ചെയ്തോ, പിന്നെ എല്ലാം ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയേച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അയ്യപ്പായും അമ്പാടിക്കണ്ണനും ഞാനും ചേച്ചിയും കൂടാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാം എടുത്തെന്നൊക്കെ ഉറപ്പ് വരുത്തി വീടൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങളാണെങ്കിൽ പോയത് ചേച്ചിയുടെ വണ്ടിയിലായിരുന്നു. അപ്പോൾ അമ്പലത്തിലോട്ട് എടുക്കുന്ന റോഡിൽ 2 സൈഡിലും വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഓരോരുത്തർ അമ്പലത്തിലേക്ക് പോയത്. പിന്നെ ഞങ്ങളൊരു വീടിൻ്റെ ഒരു പറമ്പിലോട്ട് വണ്ടി കയറ്റി വെച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ തന്നെ ആനയെഴുന്നള്ളിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ നമ്പരാണ് 700 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അയ്യപ്പ ആ സമയത്ത് ഓരോ വണ്ടികൾക്കും കാണുന്ന കളിപ്പാട്ടങ്ങൾക്കൊക്കെ കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയോ അയാൾ മൂശാട്ടം എടുത്ത് അങ്ങ് ഉറങ്ങി. ഭാഗ്യത്തിന് അയാൾ ഉറങ്ങിയ സമയത്താണ് ഈ ബലൂണുകാരിങ്ങനെ വന്നിട്ട് ബലൂൺ വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുവാണെന്ന് ഞാൻ പറഞ്ഞു. ഉണർന്ന് നിൽക്കുമായിരുന്നു അയാൾ വാങ്ങിച്ചേനെ. പക്ഷേ ഇത് ഞങ്ങൾ 10ാം ഉത്സവത്തിന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവന്മാർ 2 പേരും അത് അപ്പം തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്ക്. അമ്പലത്തിനകത്തും ആനയെഴുന്നള്ളിപ്പ് കാണിക്കാനായിട്ട് വെളിയിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്കണ്ണൻ ആനയൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര കൗതുകമൊക്കെ ആയിരുന്നു. അയാൾക്ക് എന്നാലും ഇഷ്ടം കാളയാണ്. ഇപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ എഴുന്നള്ളിപ്പ് കാണാനൊന്നും പോയില്ല. ഞാൻ അവിടെ മാറിയിരിക്കുമായിരുന്നു. പിന്നെ ചേച്ചിയൊക്കെ കണ്ടിട്ട് എൻ്റെ അടുക്കലോട്ട് വന്നിരുന്ന്. അപ്പോഴത്തേക്കിനും ചേട്ടൻ പളനിയിൽ നിന്ന് വീട്ടിലെത്തിയെന്ന് അമ്പലത്തിലോട്ട് വരുവാണെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിന്ന്. ആ സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പായും ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്കുള്ള ഐസ്ക്രീം അവിടെ വെച്ച് തന്നെ എടുത്തു കൊടുത്തത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കമ്മലകട ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറി ഞങ്ങൾക്ക് വേണ്ടുന്ന കമ്മലുകളൊക്കെ നോക്കി. ഇഷ്ടം പോലെ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയും ഓരോ കമ്മലൊക്കെ എടുത്ത്. അപ്പോഴത്തേക്കിനും ചേട്ടനും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയും കുഞ്ഞുങ്ങളോട് ചേട്ടൻ്റെ കൂടെ കാറിലാണ് പോയത്. ഞാനാണെങ്കിൽ ചേച്ചിയുടെ 2 വീലറിലും പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ഓക്കെ, ബൈ.